Bank statement, private license, Good morning. Morning. Good morning. Okay, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെയും ചായ ഒക്കെ കുടിച്ച എല്ലാവരും നോമ്പാണ് മിസ്. ഓക്കെ ശരിയാ. ഇത് വൈകിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ഏത് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ തുടങ്ങിയത്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ? ആ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി. അതിനകത്ത് നമ്മൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ? അപ്പൊ മെയിൻ ആയിട്ട് എത്ര ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നമ്മളത് പഠിക്കുന്നത്? എത്ര ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയാമോ? അഖില പറഞ്ഞോ. ആരെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അഖിൽ പറഞ്ഞു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ്. കറക്റ്റ് ആണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് അല്ലെ? ഓക്കെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ എത്രയായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? രണ്ടായിട്ട്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. രണ്ടായിട്ട് അല്ലെ? ഏതൊക്കെയാണത്? ഇൻപേഷ്യന്റ് സർവീസും ഔട്ട് പേഷ്യന്റ് സർവീസും. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും അല്ലെ? ഇൻപേഷ്യന്റ് ആയിട്ടുള്ള സർവീസുകൾ ഏതൊക്കെയാണെന്ന് രണ്ടെണ്ണം ഒന്ന് പറയാമോ? പേഷ്യന്റ് റൂമും പേഷ്യന്റ് വാർഡും ഓപ്പറേഷൻ തിയേറ്ററും. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ കറക്റ്റ് ആണ് കേട്ടോ അനുഷീല, വെരി ഗുഡ്. പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഹസീന കറക്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ എന്താണ്? ഇൻപേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണ് അല്ലെ? ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് അല്ലെ? നമ്മൾ ഇതിൽ പറഞ്ഞത് മാത്രമല്ല, അത് കൂടാതെ ഉണ്ട് കേട്ടോ. റിനീഷ ഉണ്ടോ ക്ലാസ്സില്? റിനീഷ ഉണ്ടോ ക്ലാസ്സില്? കേറിയോ? റിനീഷ ഉണ്ടോ ക്ലാസ്സില്? ഓക്കെ, ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ആള് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ICDയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ICD എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റബിൾ കാർഡിയോവെർട്ടർ ഡിഫിബ്രിലേറ്റർ ആണ്. അപ്പൊ അത് കാർഡിയോ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രൊസീജിയറുകളും ചെയ്യുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഔട്ട് പേഷ്യന്റ് സർവീസസിൽ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു അല്ലെ? എന്താണ് OPD എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആരാണ് പറയാ? OPD എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞേ. ഒരാള് പറഞ്ഞേ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ജൂലി, കറക്റ്റ് ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അതെങ്ങനെയാണ്? അഡ്മിഷന് വേണ്ടിയിട്ടാണോ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണോ ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്? കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ പർപ്പസ് മാത്രമാണ് അഡ്മിഷൻ അല്ല പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ അതിനെ പറ്റി നമുക്കറിയാം. പിന്നെ നമ്മൾ പറഞ്ഞത് കാഷ്വാലിറ്റി അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താന്നാ പറഞ്ഞത്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ്? ഹോസ്പിറ്റൽ എങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്? പറഞ്ഞു വീണ. ആക്സിഡൻസ്, എമർജൻസി ആക്സിഡൻസ് ഒക്കെ ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ആക്സിഡന്റ്, എമർജൻസി കേസുകൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 24 ഹവറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? കാഷ്വാലിറ്റി. കാരണം എമർജൻസി കേസാണ്, എപ്പോ വേണമെങ്കിലും വരാം അല്ലെ? അങ്ങനെയുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊന്നും അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് കാർഡിയോളജി അല്ലെ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹസീന കറക്റ്റ് ആണ്. എമർജൻസി സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് 24 ഹവറും പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? കാഷ്വാലിറ്റി. അത്യാഹിത വിഭാഗം എന്ന് കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? പേര് സൂചിപ്പിക്കുന്നത് പോലെ കാർഡിയാക് സംബന്ധമായിട്ടുള്ള അല്ലെ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗനിർണയങ്ങളും ചികിത്സകളൊക്കെ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഏറ്റവും കാർഡിയാക് മേഖലയിലെ ഏറ്റവും ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണെന്നാ പറഞ്ഞത്? ഏത് ഏരിയ എന്നാ പറഞ്ഞത്? CAD, വെരി ഗുഡ്, കറക്റ്റ് ആണ്. CAD അല്ലെ? CADയുടെ ഫുൾ ഫോം എന്താണ്?
ഒന്ന് പറയാമോ? കൊറോണറി കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെ, CAD, CAD എന്നാണ് പറയാ കേട്ടോ. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? എക്സാമ്പിൾ ഏതാ പറഞ്ഞ? CADന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? ആൻജിന, bypass, കൊറോണറി ബൈപ്പാസ്, ഗ്രാഫ്റ്റിംഗ് അല്ലെ. ഓക്കെ, CAD എന്ന് പറയുമ്പോൾ ഡിസീസ് ആണ് അല്ലെ. അപ്പൊ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആൻജിന ആണ്. ബൈപ്പാസ് സർജറി ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രൊസീജിയർ ആണ് അല്ലെ. കാർഡിയോ വാസ്കുലാർ, വാസ്കുലാർ എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? വാസ്കുലാർ എന്ന് പറയുന്നത് വെസൽസ് അല്ലെ, വെസൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് അല്ലെ. കാർഡിയോ വാസ്കുലാർ, കാർഡിയോ ഹാർട്ട് ആണെങ്കിൽ വാസ്കുലാർ റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ. കറക്റ്റ് ആണ് കേട്ടോ. ശ്രുതി, ഹിസാന, ഹസീന കറക്റ്റ് ആണ് കേട്ടോ. ബ്ലഡ് വെസൽസ് ആണല്ലേ. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് ഇതിൽ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എന്തുമായിട്ട് എല്ലാവരുടെയും ഇത് ഓൺ ആയോണ്ടാണോന്നല്ല, ഇടക്കിടക്ക് വിട്ടുവിട്ടാ കേൾക്കും. എന്താണ് നീന? വിട്ടുവിട്ടാണ് കേൾക്കണത്. എല്ലാവരുടെയും മൈക്ക് ഓൺ ആയോണ്ടാണോന്ന് അറിയില്ല. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോ ഓൾ മ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ റിവൈൻഡ് ചെയ്തിട്ട് തുടങ്ങാൻ ഓർത്തിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ശരി ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കാർഡിയോളജി വരെ ക്ലിയർ ആയി. നമുക്ക് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വലുതാണെന്നുള്ളൂ, പക്ഷെ എളുപ്പമാണ് കേട്ടോ അത് പഠിക്കാൻ. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റുകളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം അനസ്തേഷ്യോളജി. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി. എപ്പോഴാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? പൊതുവെ എപ്പോഴാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? സർജറിക്ക് മുൻപായിട്ട് അല്ലെ. സർജറിക്ക് മുൻപായിട്ട് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ ഫോർ പേഷ്യൻസ് ഫോർ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറീസ്. അറിയാലോ നമുക്ക് സർജറി അങ്ങനെയുള്ളതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്. അനസ്തേഷ്യ കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു ഡോക്ടർ വരും അല്ലെ. അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, ദ അനസ്തേഷ്യോളജി വിൽ അഡ്മിനിസ്റ്റർ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് അനസ്തേഷ്യയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. 3 ടൈപ്പ് ഏതൊക്കെയാണെന്ന് അറിയാമോ? 3 ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 ടൈപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് ജനറൽ അനസ്തേഷ്യ. ഫസ്റ്റ് വൺ എന്താണ്? ജനറൽ അനസ്തേഷ്യ. രണ്ടാമത്തത് ലോക്കൽ അനസ്തേഷ്യ. മൂന്നാമത്തത് റീജിയണൽ അനസ്തേഷ്യ. ഏതൊക്കെയാണ് 3 ടൈപ്പ് അനസ്തേഷ്യകള്? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, മൂന്നാമത്തെ ഏതാണ്? റീജിയണൽ അനസ്തേഷ്യ. ഓരോ അനസ്തേഷ്യയുടെ പ്രത്യേകത എല്ലാവർക്കും നോക്കാം. ആദ്യത്തെ എന്താണ്? ജനറൽ അനസ്തേഷ്യ. നോട്ട് ചെയ്ത് വെക്കാം. General anesthesia is medicine that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula placed in the vein. അല്ലെ. അപ്പൊ പൊതുവെ നമ്മൾ ഇങ്ങനെയാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ ത്രൂ മാസ്ക് മുഖേന നമുക്ക് അനസ്തേഷ്യ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് IV കാനുല. IV എന്ന് പറഞ്ഞാൽ എന്താണ്? IV ആന്റിബയോട്ടിക്സ് നമുക്ക് കേട്ടിട്ടില്ലേ? ഇൻട്രാവെനസിൽ അല്ലെ. ഇൻട്രാവെയിൻ എന്നാണ് പറയാ. നമ്മൾ നേരിട്ട് നമ്മളെ വെയിനിലേക്ക് എന്ത് ചെയ്യാണ്? നേരിട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. നമ്മൾ IV ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കാറില്ലേ? കയ്യിൽ നമ്മൾ നേരിട്ട് വെയിനിലോട്ടാണ് ആ ഒരു മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അല്ലെ. അതെ, ത്രൂ ഇഞ്ചക്ഷൻ വഴിയായിട്ട് IV നേരിട്ട് വെയിനിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ IV കാനുല വഴിയായിട്ടും അല്ലെങ്കിൽ നമുക്ക് മാസ്ക് മുഖേനയും എന്ത് നമുക്ക് കൊടുക്കാം? അനസ്തേഷ്യ മെഡിസിൻ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ, while the anesthesia is working, the patient will become unconscious. നമ്മൾ പറയുന്നത് ജനറൽ അനസ്തേഷ്യയുടെ പ്രത്യേകതയാണ് കേട്ടോ. While the anesthesia is working, the patient will become unconscious. ജനറൽ അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ പേഷ്യന്റ് എന്താവും? അബോധാവസ്ഥയിലാവും അല്ലെ. അൺകോൺഷ്യസ് ആവും. മൊത്തത്തിൽ എന്താണ്? ഒരു സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകും. ഒന്നും അറിയില്ല, ചുറ്റും നടക്കുന്നൊന്നും അറിയില്ല. ആ ഒരു ജനറൽ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു വ്യക്തി ഫുള്ളി എന്തായിരിക്കും? അൺകോൺഷ്യസ് ആയിരിക്കും. അതാണ് ജനറൽ അനസ്തേഷ്യ.
മെയിൻ ആയിട്ട് നമ്മൾ മേജർ സർജറികളൊക്കെ ചെയ്ത് വലിയ വലിയ മേജർ സർജറി, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അങ്ങനത്തെയൊക്കെയുള്ള ബൈപ്പാസ് സർജറികൾ, അങ്ങനെയുള്ള സർജറികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ജനറൽ അനസ്തേഷ്യ ആണ് കേട്ടോ. അപ്പൊ ജനറൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മാസ്ക് മുഖേന കൊടുക്കാം, അല്ലെങ്കിൽ IV കാനുല വഴിയായിട്ട് കൊടുക്കാം. ഈ ഒരു അനസ്തേഷ്യ വർക്ക് ആവുന്ന സമയത്ത് പേഷ്യന്റ് എന്താണ്, വിൽ അൺകോൺഷ്യസ് ആണ്. പേഷ്യന്റ് മുഴുവനായിട്ടും അബോധാവസ്ഥയിലോട്ട് പോവുകയാണ്, ഒന്നും അറിയില്ല, ഫുൾ ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ. രണ്ടാമത്തതാണ് ലോക്കൽ അനസ്തേഷ്യ. എന്താണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാല്? എ ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ്. ഡെന്റിസ്റ്റ് യൂസ് ലോക്കൽ അനസ്തേഷ്യ വെൻ നമ്പറിംഗ് എ ജോ ഓർ ഗംസ്. അപ്പൊ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയൊരു ഏരിയയില്, വളരെ സ്മോൾ ആയിട്ടുള്ള ഏരിയകളില് ആ ഒരു സെൻസേഷനെ ബ്ലോക്ക് ചെയ്യാനായിട്ട്, അവിടേക്ക് വരുന്ന ആ സെൻസേഷനെ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഇനി അറിയേണ്ടത് ആരാണ് ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്? ഡെന്റിസ്റ്റുകളാണ് കേട്ടോ. കൂടുതൽ ആരും ഉപയോഗിക്കുന്നത് ദന്ത ഡോക്ടർമാരാണ്. കാര്യം നമ്മുടെ ഇപ്പോ പല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും റൂട്ട് കനാൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെറിയ മൈനർ സർജറികളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവര് കൊടുക്കുന്നത് എന്താണ്? ലോക്കൽ അനസ്തേഷ്യ. ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ രൂപത്തിലാണ് തരുന്നത്, ചിലപ്പോൾ ഒരു സ്പ്രേ പോലെ ചെയ്യും. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മരവിപ്പ് പോലെ ഇരിക്കും, അറിയില്ല നമ്മള് അല്ലെ. ആ സമയത്ത് അവർ ആ പ്രൊസീജിയർ ചെയ്യും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയയിലോട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സെൻസേഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ്. ആരാണ് ഈ ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്? ഡെന്റിസ്റ്റുകളാണ് കേട്ടോ. ഡെന്റിസ്റ്റ് യൂസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വിച്ച് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഇസ് യൂസ്ഡ് ബൈ ദ ഡെന്റിസ്റ്റ്, അങ്ങനെ ചോദിക്കുകയാണ്. ഏത് ടൈപ്പ് ഓഫ് ഇപ്പൊ ഓപ്ഷനകത്ത് ജനറൽ അനസ്തേഷ്യ ഉണ്ടാവും, ലോക്കൽ അനസ്തേഷ്യ ഉണ്ടാവും, റീജിയണൽ അനസ്തേഷ്യ ഉണ്ടായിരിക്കും. ഏതാണ് ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്? ലോക്കൽ അനസ്തേഷ്യ ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് റീജിയണൽ അനസ്തേഷ്യ. ഇതാണ് റീജിയണൽ അനസ്തേഷ്യ. എന്താണ് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റീജിയണൽ അനസ്തേഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. ഇതാണ് പറയുന്നത്. നംസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് കേട്ടോ. NUMS. നംസ് എന്ന് വെച്ചാൽ മരവിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മരവിപ്പിക്കുക കേട്ടോ നംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീജിയൻ ആയിരിക്കും. മിക്കവാറും എന്താണ്, കുറച്ചൊരു ലാർജർ റീജിയൻ ആയിരിക്കും കേട്ടോ. ഒരു ബോഡിയുടെ കുറച്ചൊരു വലിയൊരു ഭാഗമായിരിക്കാം. ഒരു റീജിയനെയാണ് അത് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്തിനെ മരവിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കറക്റ്റ് ആണ്. സെക്ഷൻ ആണ് നമ്മള് റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, സിസേറിയൻ സെക്ഷൻസ് ആർ ഡൺ വിത്ത് റീജിയണൽ അനസ്തേഷ്യ. സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലെ? എങ്ങനെയാണ്? നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗം മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ അനസ്തേഷ്യ കൊടുക്കുന്നത്. പക്ഷെ എന്തായിരിക്കും, ഈ പറയുന്ന പേഷ്യന്റ് ഫുള്ളി കോൺഷ്യസ് ആയിരിക്കും അല്ലെ? ജനറൽ അനസ്തേഷ്യ പോലെ ഫുൾ അൺകോൺഷ്യസ് ആവുന്നുണ്ടോ അവിടെ? ഇല്ല. കുറച്ച് ആ ഒരു ഭാഗം മാത്രം എന്തറിയുന്നില്ല, പെയിൻ അറിയുന്നില്ല. പക്ഷെ നമുക്ക് അവിടെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത്രയും നമുക്ക് നല്ല കോൺഷ്യസ് ആയിരിക്കും. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ടാവും അല്ലെ? നമ്മുടെ അടുത്ത് ഡോക്ടർ സംസാരിക്കുമ്പോൾ കറക്റ്റ് മറുപടികളൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്താണ്, ആ ഒരു ഭാഗത്ത് പെയിൻ മാത്രം നമ്മൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം, പക്ഷെ പെയിൻ ഒന്നും നമ്മൾ അറിയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സ്പെസിഫിക് റീജിയനിലോട്ട് മാത്രമാണ് അവിടെ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിസേറിയൻ സെക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഏത് ടൈപ്പാണ് സിസേറിയൻ സെക്ഷനിൽ ഉപയോഗിക്കുന്നത്? റീജിയണൽ അനസ്തേഷ്യ. ക്ലിയർ ആയാലോ? 3 ഓക്കെ, ഇനി നോക്കുക കേട്ടോ. സിസേറിയൻ സെക്ഷൻസ് ആർ ഡൺ വിത്ത് റീജിയണൽ അനസ്തേഷ്യ. ഇനി നോക്കുക. ഡ്യൂറിംഗ് ദ സർജറി ദ അനസ്തേഷ്യോളജിസ്റ്റ് വിൽ മോണിറ്റർ ദ പേഷ്യൻസ് ബ്ലഡ് പ്രഷർ, ഹാർട്ട് റിതം, ടെമ്പറേച്ചർ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് an amount of oxygen in the blood അല്ലെ? അപ്പൊ നമ്മൾ ഈ അനസ്തേഷ്യ സർജറി സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ അവരുടെ ഹാർട്ട് റിതം, പിന്നെ അവരുടെ ടെമ്പറേച്ചർ, അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അവരുടെ ആ ഒരു ബോധാവസ്ഥ എത്രത്തോളം ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ആ ബ്ലഡിൽ സാച്ചുറേഷൻ ലെവൽ, ഓക്സിജന്റെ അളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അനസ്തേഷ്യോളജിസ്റ്റ് എവിടെ ഉണ്ടായിരിക്കും? സർജിക്കൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും അല്ലെ? അദ്ദേഹം അനസ്തേഷ്യ കൊടുക്കുന്നു. സർജറി നടക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റിതം, ടെമ്പറേച്ചർ, അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ഈ പറയുന്ന എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും.
ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. അനസ്തേഷ്യോളജിയിൽ എന്താ പഠിക്കാനുള്ളത്? 3 ടൈപ്പ് അനസ്തേഷ്യ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ജനറൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്, റീജിയണൽ അനസ്തേഷ്യ ഉണ്ട്. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ്ക് വഴിയോ അല്ലെങ്കിൽ IV കാനുല വഴിയായിട്ട് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. അപ്പൊ ഈ ഒരു അനസ്തേഷ്യ ചെയ്യുമ്പോൾ പേഷ്യന്റ് എന്തായിരിക്കാണ്? വിൽ ബി അൺകോൺഷ്യസ് അല്ലെ, പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലാക്കും കേട്ടോ. അത് സാധാരണ ഉപയോഗിക്കുന്ന മേജർ സർജറികൾക്കാണ് കേട്ടോ. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്മോൾ ഏരിയയിൽ മാത്രം സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്കൽ അനസ്തേഷ്യ ഉപയോഗപ്പെടുത്തുന്നത്. ആരാണ് അത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? ഡെന്റിസ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, പിന്നെ പറഞ്ഞത് റീജിയണൽ അനസ്തേഷ്യ ആണ്. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ദാറ്റ് numbs a specific portion of the body, a specific region. ഓക്കെ, മിക്കവാറും അതൊരു ലാർജ് റീജിയൻ ആയിരിക്കും. ആ ഒരു ഭാഗത്തിന് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. അതില് സിസേറിയൻ സെക്ഷൻ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഈ 3 നോക്കുകയാണെങ്കിൽ ജനറൽ അനസ്തേഷ്യയിൽ മാത്രമാണ് ഒരു രോഗി കംപ്ലീറ്റ് അൺകോൺഷ്യസ് ആകുന്നത്. ബാക്കി 2 കോൺഷ്യസ് ആയിരിക്കും കേട്ടോ. അവര് കോൺഷ്യസ് ആയിരിക്കും, ബോധാവസ്ഥയിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. IV എന്ന് പറഞ്ഞാല് ഇൻട്രാവെനസ് കേട്ടോ, ഇൻട്രാവെയിൻ കേട്ടോ. ഇൻട്രാവെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ട് നമ്മൾ വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ്. സാധാരണ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എങ്ങനെയാ? മരുന്ന് കഴിച്ചത് ബ്ലഡിൽ കലർത്തും. നേരിട്ട് എന്ത് ചെയ്യാണ്? നമ്മള് ഇൻട്രാവെനസ് വെയിനാണ് കേട്ടോ, നമ്മൾ നേരിട്ട് വെയിനിലോട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് അത് ബ്ലഡിലോട്ട് എത്തും. ഓക്കെ, ഇൻട്രാവെനസ് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മുടെ കയ്യിൽ ഒരു കാനുല വെക്കും അഡ്മിറ്റ് ആവുമ്പോ. അല്ലേ, ആ കാനുല വെച്ചത് തന്നെയാണ് IV എന്ന് പറയുന്നത്. IV കാനുല അത് വഴിയായിട്ടല്ലേ നമ്മൾ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് IV ആന്റിബയോട്ടിക് ഒക്കെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടല്ലേ നമ്മുടെ നേരിട്ട് വെയിനിലോട്ടാണ് കടത്തി വിടുന്നത് കേട്ടോ. അതിനെയാണ് IV എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ CCU, അഥവാ നമുക്ക് വേറൊരു പേരും കൂടെ പറയാം ICU അല്ലെ. ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, തീവ്ര പരിചരണ വിഭാഗം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ. കണ്ടിട്ടില്ലേ? നമുക്കതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ICU നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തായിരിക്കും ഇന്റൻസീവ് കെയർ? പേര് തന്നെ കിടപ്പുണ്ട് അല്ലെ. എന്താണ് പറയൂ, നിങ്ങൾ മെസ്സേജ് ചെയ്തോ. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ. ICU. ഓക്കെ, ICU ആണ്. എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്? ഇന്റൻസീവ് കെയർ ആണ് അല്ലെ. അപ്പൊ എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? വെരി ഗുഡ്, കറക്റ്റ് ആണ്. സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ആണല്ലോ. ഓക്കെ, അതെ കറക്റ്റ് ആണ്. സീന. ഓക്കെ, അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി that cares for patients with acute life threatening illness അല്ലെ. വളരെ സീരിയസ് ആയിട്ടുള്ള അക്യൂട്ട് ആയിട്ടുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അസുഖബാധിതർക്ക് പരിക്കേറ്റ ആളുകൾക്കൊക്കെ പരിചരണം കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, critical care is delivered through a highly specialized intensive care unit, also known as the intensive treatment unit or critical care unit. അതായത് പല പല പേരുകളാണ് കേട്ടോ. പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്ന് പറയാം, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ICU ആണ് അല്ലെ. എന്ന് വെച്ചാൽ അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിചരണമാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ. Patients are usually transferred to ICU after initial stabilization at the emergency room, ഓപ്പറേഷൻ തിയേറ്റർ ഓഫ് റിക്കവറി റൂം. അറിയാലോ, അതായത് സാധാരണ നമ്മുടെ എമർജൻസി റൂമിൽ കാഷ്വാലിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന റിക്കവറി റൂമിൽ നിന്നൊക്കെ പേഷ്യൻസിനെ ഒന്ന് ജസ്റ്റ് സ്റ്റേബിൾ ആക്കിയതിനു ശേഷം, ഒരു ഇനീഷ്യൽ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം മാത്രമാണ് ഒരു തീവ്ര പരിചരണത്തിനായിട്ട് നമ്മൾ ആ പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ICUവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു കണ്ടീഷൻ സീരിയസ് ആയിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. ജസ്റ്റ് അവരുടെ ഒരു കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കിയതിനു ശേഷം നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ICUവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും റിക്കവറി റൂം. റിക്കവറി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മള് സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേഷ്യൻസിനെ മാറ്റുന്നത് റിക്കവറി റൂമിലോട്ടാണ്. കാര്യം ആ അനസ്തേഷ്യയുടെ ഒക്കെ ആ ഒരു ഇഫക്റ്റ് മാറാനും അതിന്റെ ആ ഒരു സെഡേഷനും ഒക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ അവരെ റിക്കവറി റൂമിലേക്കാണ് മാറ്റുക. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഒരു ഇനീഷ്യൽ സ്റ്റെബിലൈസേഷന് ശേഷം ആണ് പേഷ്യൻസിനെ ICUവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്.
പിന്നെ എന്താണ് സർട്ടൈൻ പേഷ്യൻസ് നീഡ് ടു ബി ഐസൊലേറ്റഡ് ആൻഡ് നീഡ് ക്ലോസ് ആൻഡ് ഇൻഡിവിജ്വൽ മെഡിക്കൽ അറ്റൻഷൻ അല്ലെ. പല രോഗികൾക്കും വളരെ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ അത്രയും പരിചരണം, തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമായിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ. ഏറ്റവും നല്ലൊരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടേണ്ട രോഗികളെയാണ് നമ്മൾ ICUവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ICU ഹാസ് എ വെരി ഫ്യൂ ബെഡ്സ് ആൻഡ് is usually handled by the specialist doctors and nurses as well as consultant anesthetics, physiotherapists and dietitians. അതുകൂടാണ്ട് ICU എന്ന് പറയുമ്പോൾ ഒരുപാട് ബെഡ്സുകൾ അവിടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലെ. വളരെ ഫ്യൂ ബെഡ്സുകൾ, ചുരുക്കം ബെഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം അത്രയും ഇന്റൻസീവ് കെയർ ആവശ്യമുള്ള രോഗികളെ മാത്രമാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. പിന്നെ മാത്രമല്ല ആ ഒരു യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിരിക്കും. അതായത് ഒരു കൂട്ടം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് വെച്ചാൽ അവിടെ ആരൊക്കെ ഉണ്ടാവും? സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും, കൺസൾട്ടന്റ് അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഡയറ്റീഷ്യൻ, അങ്ങനെ ഓരോരോ മേഖലകളിലും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. അത്രയും ഇന്റൻസീവ് കെയർ ആണ് ആ പേഷ്യന്റിന് കൊടുക്കേണ്ടത്. അതുകൊണ്ടൊരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിരിക്കും പൊതുവെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക, ICU ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അവിടെ അനസ്തെറ്റിക് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടാവും, ഡയറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ വളരെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും ICU. അതിനകത്ത് പറയുന്ന വെന്റിലേറ്റേഴ്സ്, ഡയാലിസിസ് മെഷീൻസുകള്, അങ്ങനെ കാർഡിയാക് മോണിറ്റർ, അങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളുണ്ട്. സജ്ജമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കാനുള്ള ICUവിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. അതിനെ നമുക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ. പിന്നെ ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്തത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഡെർമറ്റോളജി കേട്ടോ. എന്താണ് ഡെർമറ്റോളജി? എന്തായിരിക്കും ഡെർമറ്റോളജി? നിങ്ങൾ തന്നെ പറഞ്ഞതാണ് അല്ലെ. ഡെർമറ്റോളജി സ്കിന്നുമായിട്ട് അല്ലെ. സ്കിന്ന് മാത്രമല്ല കേട്ടോ, സ്കിന്ന് വരുന്നുണ്ട്, ഹെയർ വരുന്നുണ്ട്, നെയില് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തലമുടി, നഖം, അതുപോലെ നമ്മുടെ സ്കിന്ന്, ഓക്കെ, ഇങ്ങനെയുള്ള ഭാഗങ്ങളുടെയൊക്കെ ട്രീറ്റ്മെന്റുകളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി. ഓക്കെ, dermatology is the science that deals with the diagnosis and treatment of diseases of the skin, hair and nails കേട്ടോ. ഈ പറയുന്ന നമ്മുടെ സ്കിന്ന്, ഹെയർ, അതുപോലെ തന്നെ നെയിൽസ്, നഖങ്ങള്, അപ്പൊ ഇവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ ചികിത്സയും രോഗനിർണയൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഓഫേഴ്സ് specialized treatment for all clinical general dermatological problems that including disorders of the skin, hair and nail and venereal diseases. അതായത് ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നും ഹെയറും നെയിലും വെനേറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആവുന്ന ഡിസീസ്, ലൈംഗിക രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള രോഗങ്ങളുടെയൊക്കെ ചികിത്സകള്, അതിന്റെ രോഗങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. അത് മാത്രമാണ് അവിടെ നടക്കുന്നത് അല്ല. ആൻഡ് ആൾസോ അഡ്വാൻസ്ഡ് കോസ്മെറ്റിക്സ് ഡെർമറ്റോളജി സർവീസസ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് ആക്നെ, scar, pigmentation, vitiligo, hair loss or hair fall, unwanted hair falls, parts, wrinkling and aging skin. ഈ ഓരോ ടേമുകൾ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. അത് മാത്രമല്ല, എന്താണ് ഈ പറയുന്ന സ്കിന്നും ഹെയറും നെയിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ. ആക്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്നെ പരസ്യത്തിൽ കണ്ടില്ല, ആക്നെ, പിമ്പിൾ എന്നൊക്കെ പറയാൻ കേട്ടില്ല. എന്താ സംഭവം? മുഖക്കുരു, അതനുസരിച്ച് പിമ്പിൾ അല്ലെ, മുഖക്കുരു ആണ് കേട്ടോ. അറിയാത്തവര് ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിൽ എഴുതി വെച്ചേക്ക് കേട്ടോ. ആക്നെ എന്നൊക്കെ നമ്മൾ മിക്കവാറും ഫേസ് വാഷിന്റെ ഒക്കെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? മുഖക്കുരു ആണ് കേട്ടോ. ഓക്കെ, സ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാടാണ് അല്ലെ, പാടുകൾ, മുഖത്തിന് വരുന്ന പാടുകൾ അല്ലെ. ഓക്കെ, പിഗ്മെന്റേഷൻ എന്താണ്? ഈ പറയുന്ന നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന ഒരു കളർ വ്യത്യാസങ്ങൾ അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട് അല്ലെ, മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ ഒരു പിഗ്മെന്റിൽ വരുന്ന വാരിയേഷൻ മൂലം ചിലപ്പോൾ പിഗ്മെന്റേഷൻ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകാം അല്ലെ. ഈ പറയുന്ന കളർ വ്യത്യാസം അങ്ങനെയൊക്കെ വരാലോ. പിന്നെ
വിറ്റിലിഗോ. എന്താ വിറ്റിലിഗോ എന്ന് പറഞ്ഞാല്? വെള്ളപ്പാണ്ട് വരും. കറക്റ്റ് ആണ് കേട്ടോ ധനസ്യ, വെള്ളപ്പാണ്ട് കേട്ടോ. വിറ്റിലിഗോ എന്ന് പറഞ്ഞാല് വെള്ളപ്പാണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടെ, അറിയാത്തവര് എഴുതി വെച്ചാൽ മതി, അറിയുന്നവര് എഴുതിയൊന്നും വെക്കണ്ട. ഓക്കെ, അപ്പൊ അതൊക്കെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുപോലെ ഹെയർ ലോസ്, ഹെയർ ഫോള് അല്ലെ, ഇന്ന് നിരവധി സ്ത്രീകൾ എന്താ പറയാ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ, ഹെയർ ലോസും ഹെയർ ഫോളും. അതുപോലെ തന്നെ അത് തന്നെ മുടി കൊഴിച്ചിലും മറ്റൊക്കെ ഒരുപാട് പേർക്ക് ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ, അനാവശ്യ രോമങ്ങള്, അതുപോലെ തന്നെ മോൾസ് അറിയാലോ നിങ്ങൾക്ക്, മറുകുകളാണ് കേട്ടോ, മറുകുകള്. അതുപോലെ തന്നെ പാർട്സ് എന്ന് പറഞ്ഞാൽ അരിമ്പാറ എന്നൊക്കെ പറയില്ല, ഇങ്ങനെ ഒരു കട്ടി പോലെ ഇരിക്കുന്ന ഭാഗങ്ങൾ കണ്ടിട്ടില്ല, അരിമ്പാറ. ഓക്കെ, എന്നൊക്കെ അത് റിമൂവ് ചെയ്യാനുള്ള പുതിയ മെത്തേഡുകളൊക്കെ ഉണ്ട് കേട്ടോ. പാർട്സ്, അതുപോലെ തന്നെ റിംഗ്ലിംഗ് മുഖത്ത് വരുന്ന ചുളിവുകള്. ഓക്കെ, ആൻഡ് ഏജിങ് സ്കിൻ അല്ലെ, പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഒരു ഏജിങ് ഫീൽ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡെർമറ്റോളജി സേവനങ്ങൾ, കുറച്ചും കൂടെ ഒരു സൗന്ദര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡെർമറ്റോളജി സേവനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഈ പറയണ്ടല്ലോ? ഓക്കെ അല്ലേ? അറിയാത്തവർ എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാനൊന്നും വേണ്ടി വിചാരിക്കേണ്ടായിട്ട്. അറിയുന്ന ചിലവർക്ക് പെട്ടെന്ന് കിട്ടുന്നത് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കണ്ട. എന്തെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ പറയും കേട്ടോ. സ്കാർ എന്ന് പറഞ്ഞാൽ പാടാണ് കേട്ടോ, പാട്. സ്കാർ എന്ന് വെച്ചാൽ പാട്, മുഖത്തുണ്ടാകുന്ന ചില പാടുകൾ കേട്ടോ. പിഗ്മെന്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സ്കിന്നിന് കളർ കൊടുക്കുന്ന മെലാനിനിൽ വരുന്ന വേരിയേഷൻ കാരണം കളർ വ്യത്യാസമൊക്കെ വരും ചില ഭാഗങ്ങളിൽ കേട്ടോ. വിറ്റിലിഗോ വെള്ളപ്പാണ്ടാണ് കേട്ടോ. മോൾസ് ഒക്കെ അറിയാലോ, മറുകാണ് ഉദ്ദേശിക്കുന്നത്. വാട്സ് എന്നൊക്കെ പറഞ്ഞാൽ അരിമ്പാറ എന്നൊക്കെ പറയും കേട്ടോ. റിംഗ്ലിംഗ് ചുളിവ് കേട്ടോ. ഏജിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്കിന്നിങ്ങനെ പ്രായമാകുന്ന അവസ്ഥ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഡെർമറ്റോളജി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ മനസ്സിലാക്കി. കാർഡിയോളജി കഴിഞ്ഞു, നമ്മുടെ ICU മനസ്സിലാക്കി, കാഷ്വാലിറ്റി കണ്ടു, പിന്നെ എന്താണ് ക്രിനാൻസ്, ഇത്രയും നമ്മൾ കണ്ടു. ഡെർമറ്റോളജി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കാം. നമുക്ക് ഒരു 24 ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കാനുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം ഈ പറയുന്ന 24 ഉണ്ട്. അടുത്തത് നോക്കാം, ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ, ENT. ഓക്കെ, ENT കേട്ടോ. As the name indicates, this department deals with the ailments concerned with the ear, nose and throat കേട്ടോ. എയിൽമെന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം രോഗം എന്നാണ് കേട്ടോ. എയിൽമെന്റ് കേട്ടോ, രോഗം, അസുഖം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അത് കറക്റ്റ് ആണ്, ഇൽനെസ് ആണ് കേട്ടോ. അപ്പൊ നോക്കുക, ഈ പറയുന്ന അറിയാലോ, ENT ഒക്കെ നമുക്ക് അറിയാം അല്ലെ, നമ്മുടെ ഇയർ, നോസ്, ത്രോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെ, പ്രോബ്ലംസിനെയൊക്കെ ചികിത്സിക്കുന്ന ഏരിയയാണ് ENT എന്ന് പറയുന്നത് അല്ലെ. ഇനി a doctor who is trained in the medical and surgical treatment of the ear, nose and throat and related structures of the head and neck is generally referred to an ENT surgeon. ഇനി നമുക്ക് ENT specialist, അതൊക്കെ നമ്മളിപ്പോ കേട്ടിട്ടുള്ള പേരാണ്. അല്ലെങ്കിൽ നമുക്ക് ഓട്ടോലാരിങ്കോളജിസ്റ്റ് എന്ന് പറയാം കേട്ടോ. എന്താ പറയാ? ഓട്ടോലാരിങ്കോളജിസ്റ്റ് കേട്ടോ. ആ പേര് നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, കേട്ടവരുണ്ടാവാം. പൊതുവെ നമ്മൾ ENT സ്പെഷ്യലിസ്റ്റ്, ENT സർജൻ എന്നൊക്കെ പറയാറുണ്ട്. അവരെ പറയുന്ന വേറൊരു പേര് കൂടിയാണ് ഓട്ടോലാരിങ്കോളജിസ്റ്റ്. ഓട്ടോളജി എന്നൊക്കെ പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഓട്ടോളജി എന്നൊക്കെ പറയുന്ന ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലാരിങ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വോയിസ് ബോക്സ് ആണ്. നമ്മുടെ സ്വനതന്തുക്കളൊക്കെ ഇരിക്കുന്ന വോയിസ് വരുന്ന ഭാഗമാണ് കേട്ടോ, വോയിസ് ബോക്സ് ആണ് കേട്ടോ. സോ അത് ഓർത്ത് വെക്കട്ടെ, അതൊക്കെ ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. The doctor who is trained in the medical and surgical treatment of the ear, nose and throat is known as, എന്താണ് അവരെ പറയാൻ നമ്മള്? ഓട്ടോലാരിങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ ENT സർജൻ, ENT സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, the parts covered under this speciality, അത് നോക്കണം കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതുകൂടാതെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് വരുന്ന ഓർഗൻസിന്റെ പേരുകൾ അല്ലെങ്കിൽ വല്ല അസുഖങ്ങൾ എടുത്തു തന്നിട്ട് ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയും വരാറുണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതുകൂടാതെ ഓരോ വിഭാഗവും വരുന്ന അതിൽ ഉൾപ്പെടുന്ന ഓർഗൻസുകൾ അത് തന്നിട്ട് അതിന്റെ പേരൊക്കെ തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൊടുക്കുന്നത് അങ്ങനെ ചോദിക്കാം. അപ്പൊ ഓരോ ഓർഗൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ.
The parts covered under this specialty includes the ears, nose, അതുപോലെ തന്നെ nasal passages അല്ലെ, nasal passages. പിന്നെ അറിയാലോ നമ്മുടെ മൂക്കിന്റെ ഭാഗങ്ങളൊക്കെയാണ് സൈനസസ് കേട്ടോ. സൈനസസ് അറിയാലോ, സൈനസൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ഈ മൂക്കിന്റെയും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നെറ്റിയുടെ ഭാഗമായിട്ട് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. അവിടെ ഈ കഫമൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ഈ മൂക്കും ഈ ഒരു നെറ്റിയുടെ ഭാഗം ആ ഒരു ഭാഗമാണ് കേട്ടോ സൈനസസ്, ആ ഒരു ഏരിയ. അതുപോലെ തന്നെ ലാരിങ്സ് എന്ന് പറഞ്ഞാൽ വോയിസ് ബോക്സ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ത്രോട്ടില് നമ്മുടെ സൗണ്ട് ഒക്കെ വരുന്നത് ഈ ലാരിങ്സ് എന്നാണ് കേട്ടോ, വോയിസ് ബോക്സിനാണ് വരുന്നത്. ലാരിങ്സ് എന്നാണ് പറയുക കേട്ടോ. അതുകൊണ്ടാണ് ഓട്ടോ ലാരിങ്കോളജിസ്റ്റ് പേര് വന്നത് കേട്ടോ, ലാരിങ്സ്. അതുപോലെ തന്നെ ഓറൽ കാവിറ്റി. ഓക്കെ, ഓറൽ കാവിറ്റി നമ്മുടെ വായുടെയും ഒക്കെ ഒരു ഭാഗമാണ്, ത്രോട്ടിന്റെ ഒക്കെ തുടക്ക ഭാഗമാണ്. മൗത്ത് ആൻഡ് ത്രോട്ട്, അതോടൊപ്പം ആസ് വെൽ ആസ് ദ സ്ട്രക്ചർ ഓഫ് ദ നെക്ക് ആൻഡ് ഫേസ് കേട്ടോ, നമ്മുടെ കഴുത്ത്, നമ്മുടെ മുഖം അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങള്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യുന്നത് ENT ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. ഇനി നോക്കിക്കേ, ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റ്മെന്റ് ഓഫ് എ വെറൈറ്റി ഓഫ് എയിൽമെന്റ്. ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനൊക്കെയുള്ള ട്രീറ്റ്മെന്റുകളാണ് കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഒന്ന് നോക്കാം. ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ് അറിയാലോ, ENT അല്ലെ, ഇയർ, നോസ്, ത്രോട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്. അതുപോലെ തന്നെ നെക്ക് ലംസ്. നെക്ക് ലംബ് എന്ന് വെച്ചാൽ എന്താ, മുഴ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കഴുത്തിലെ വീക്കം, അതന്നെ കഴുത്തിലുണ്ടാകുന്ന മുഴകൾ, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ കേട്ടോ, നമ്മുടെ ഹെഡിന്റെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ വരുന്ന ക്യാൻസർ, ഈ പറയുന്ന ലംസുകളൊക്കെ ചിലത് ക്യാൻസറസ് ആവാം, ചിലത് അതുമല്ല, ചിലത് ക്യാൻസറസ് ആവാം. അതിന് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് ഒരെണ്ണം മതി കേട്ടോ, ഒരെണ്ണം വെട്ടിക്കളഞ്ഞിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്. ടിയർ ഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥികൾ ഉണ്ടല്ലോ, കണ്ണുനീർ ഗ്രന്ഥികൾ. ഓക്കെ, അതിനുണ്ടാവുന്ന പ്രോബ്ലംസുകൾ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ടിയർ ഡക്റ്റ് എന്ന് വെച്ചാൽ കണ്ണുനീർ ഗ്രന്ഥികളാണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്. മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലെ, ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് അല്ലെ. ഇയർ ബാലൻസിന്റെ ഇഷ്യൂസുകള്, തല ഭയങ്കരമായിട്ട് കറങ്ങും അല്ലെ, തല കറങ്ങി ഭയങ്കരമായിട്ട് നമ്മൾ വൊമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇയർ ബാലൻസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോബ്ലംസ് ബാലൻസ് തെറ്റുന്ന ഒരവസ്ഥ ഒത്തിരി പേർക്കുന്നുണ്ട് അല്ലെ, ചെറിയ കുട്ടികൾക്ക് വരെയുണ്ട് ഇയർ ബാലൻസിങ് പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഹിയറിംഗ് ഡിസോർഡേഴ്സ്, സ്നോറിങ്, കൂർക്കം വലിക്കുന്ന പ്രോബ്ലം. കൂർക്കം വലി എന്ന് പറയുമ്പോൾ അതന്നെ നമ്മുടെ മൂക്കിന്റെ ബാക്കിൽ ഈ അഡിനോയിഡ് ഗ്ലാൻഡിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടൊക്കെയാണ് നമുക്ക് ഈ സ്നോറിങ് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അതുപോലെ ENT അലർജി പ്രോബ്ലംസ്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസ്. സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഉമിനീർ ഗ്രന്ഥികളാണ് കേട്ടോ, ഉമിനീർ ഗ്രന്ഥികളാണ് ഈ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്. പിന്നെ വോയിസ് ഡിസോർഡേഴ്സ് കേട്ടോ, ശബ്ദത്തിനുണ്ടാകുന്ന തകരാറുകൾ, പ്രശ്നങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ENT ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസീസസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് തന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ടിയർ ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ഗ്രന്ഥികളാണ് കേട്ടോ, കണ്ണുനീർ ഗ്രന്ഥികൾ കേട്ടോ. നമ്മുടെ കണ്ണുനീര് വരുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ഓക്കെ, ആ ഒരു ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന തകരാറുകൾ കേട്ടോ, ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്. അതായത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ബാലൻസിങ് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്നോറിങ്. അതുപോലെ ENT അലർജി പ്രോബ്ലംസ്, ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ, വോയിസ് ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് വായിച്ചോ കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരൊന്ന് വായിച്ചോളൂ, ടെക്സ്റ്റ് ഉള്ളവരും വായിച്ചോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, ENT കേട്ടോ. ചിലപ്പോ വോയിസ് ബോക്സ് എന്നൊക്കെ തന്നിട്ട് വോയിസ് ബോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് തരുന്നത്? ഓപ്ഷനിൽ ചിലപ്പോൾ കാർഡിയോളജി ഉണ്ടാവും, ENT ഉണ്ടായിരിക്കും, അങ്ങനെ പല പൾമണോളജി, നെഫ്രോളജി എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റിലോട്ട് പോവാൻ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എൻഡോക്രൈനോളജി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? എൻഡോക്രൈനോളജി. എന്താണ് എൻഡോക്രൈനോളജി? കേട്ടിട്ടുണ്ടോ? ഹോർമോൺ സ്റ്റഡി. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഹോർമോൺ സ്റ്റഡി അല്ലെ,
പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അന്തസ്രാവി വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ അഫ്ല കറക്റ്റ് ആണ്. പാൻക്രിയാസ്. ഓക്കെ, പാൻക്രിയാസ് മാത്രമല്ല അതില് മറ്റു പല അവയവങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എൻഡോക്രൈനോളജി പഠിക്കുന്നേക്കാളും മുന്നായിട്ട് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമുക്കത് പഠിക്കാം. ഓക്കെ, എൻഡോക്രൈൻ അതൊന്നും ചോദിക്കൊന്നുമില്ലാണ്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അറിയാത്തവരുണ്ടാവും. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അന്തസ്രാവി വ്യവസ്ഥ കേട്ടോ. തൻസിയ പറഞ്ഞ പോലെ ഹോർമോണുകൾ അല്ലെ ചില രാസവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു വ്യവസ്ഥേനെയാണ് നമ്മൾ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം ആണ്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്ത് അതിനകത്ത് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് ഇല്ലേ, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതുപോലെ നെർവസ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ എന്തെല്ലാം സിസ്റ്റങ്ങൾ അടങ്ങിയതാണ് ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അതുപോലെ ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം കേട്ടോ. അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാല് ചില രാസവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു എന്താ പറയുക സിസ്റ്റമാണ് ഈ രാസവസ്തുക്കൾ എന്ന് പറഞ്ഞു. ഏതാണ് ഈ രാസവസ്തുക്കള്? ഹോർമോൺസ് ആണ് അല്ലെ. എന്താണ്? അതായത് ചില രാസവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ, രാസവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോർമോണുകളാണ് കേട്ടോ. ഹോർമോണുകളുടെ ഉൽപാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. ഓക്കെ, അതിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഏജൻസ് ആണ് നമ്മുടെ ശരീരത്തിനകത്ത് അല്ലെ. നമ്മളിപ്പോ സാധാരണ ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നില്ലെങ്കിൽ സംസാരിക്കും, നമ്മൾ നമ്മുടെ സൗണ്ട് ഉപയോഗിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ആംഗ്യ ഭാഷയിലായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് സെല്ലുകൾ, കോശങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ പറയുന്ന ഹോർമോൺസിലൂടെയാണ്. മനസ്സിലായോ? ഹോർമോണുകളിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത്തരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് നമ്മൾ പറയുക. എന്താണ് പറയാ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെ, അതായത് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന ഹോർമോണുകളുടെ ഉൽപാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അറിയാലോ, ഒരുപാട് ഹോർമോണൽ പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സുകളും അത്തരം പ്രോബ്ലംസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ പാൻക്രിയാസ് കഫില് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എൻഡോക്രൈനോളജി അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നു കേട്ടോ. എൻഡോക്രൈനോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ്സ് ടു ദ എൻഡോക്രൈൻ സിസ്റ്റം. മനസ്സിലായോ? എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? അന്തസ്രാവി വ്യവസ്ഥ. ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകൾ എന്ത് ചെയ്യാണ്? ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇങ്ങടേക്ക് വിടുകയാണ്, നേരിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് വിടുകയാണ്. അപ്പൊ ഈ ബ്ലഡ് വഴിയായിട്ടാണ് ഈ ഹോർമോണുകൾ പല സ്ഥലത്തും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് അവിടെ തന്നെ ആവണമെന്നില്ല അതിന്റെ ഫംഗ്ഷൻ അത് ചെയ്യുന്നത്. അത് ചിലപ്പോൾ തലേന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആയിരിക്കും, പക്ഷെ അത് അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് ചിലപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഓരോ ഹോർമോണുകളും അത് ഉൽപ്പാദിപ്പിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയല്ല അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. തലേന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണെങ്കിൽ ആ ഹോർമോൺ ചിലപ്പോൾ ഫംഗ്ഷൻ ചെയ്തത് നമ്മുടെ കിഡ്നിയുടെ വല്ല പ്രവർത്തനങ്ങളെ ആയിരിക്കും ആ ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകള് നേരിട്ട് എങ്ങോട്ടേക്ക് വിടുന്നത്? ബ്ലഡിലോട്ടാണ് വിടുന്നത്. ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡി മൊത്തം സർക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ബ്ലഡ് വഴിയായിട്ടാണ് ഈ ഹോർമോണുകള് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ അവര് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതാണ് അവിടെ പറയുന്നത് എൻഡോക്രൈനോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ്സ് ടു ദ എൻഡോക്രൈൻ സിസ്റ്റം. അന്തസ്രാവി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മെഡിക്കൽ ഒരു മെഡിസിൻ സ്പെഷ്യാലിറ്റിയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ഏതൊക്കെ അവയവങ്ങളാണ്? ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അതൊന്ന് വായിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ്. ഏതൊക്കെയാണ് നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥികൾ? ഏതൊക്കെയാണ്? ഒന്ന് പാൻക്രിയാസ് കേട്ടോ, പാൻക്രിയാസ് നമ്മൾ ആഗ്നേയ ഗ്രന്ഥി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയല്, ഹൈപ്പോതലാമസ്, അഡ്രിനല് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അത് ചിലർക്കൊക്കെ ഇത് പരിചയമായിരിക്കും, മറ്റു ചിലർക്ക് ഇത് ഒട്ടും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. പാൻക്രിയസ് ചിത്രം ഒന്ന് കാണിച്ചു തരാം കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാവേ. ചിത്രം കണ്ടോ? പിക്ചർ കണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? ഇത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ആണ് കേട്ടോ. കാണുന്നുണ്ടോ? കാണുന്നില്ലേ? നോക്കിക്കേ, ഇതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മൾ ഈ പറയുന്ന എല്ലാ ഗ്ലാൻഡുകളും അതിനകത്തുണ്ട് കേട്ടോ. ഏതൊക്കെയാ നോക്കിയേ, ഏതൊക്കെ ഗ്ലാൻഡുകളാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് പാൻക്രിയാസ് ആണ്. എവിടെയാ നോക്കിയേ പാൻക്രിയാസ്? ഏകദേശം നമ്മുടെ ആമാശയം ഉണ്ടല്ലോ, ആമാശയം, അതിന്റെ കീഴ്ഭാഗത്തായിട്ടാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് കാണപ്പെടുന്നത് കേട്ടോ. ആഗ്നേയ ഗ്രന്ഥി എന്നൊക്കെ പറയും. എന്താണ് പറയാ? ആഗ്നേയ ഗ്രന്ഥി കേട്ടോ. അതായത് നമ്മുടെ ഒരു ആമാശയത്തിന്റെ താഴ്ഭാഗമായിട്ടാണ് കാണപ്പെടുന്ന ഈ ഒരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. ഇതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് കേട്ടോ. ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡയബറ്റിക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ നമുക്കറിയാം അല്ലെ, ഈ ഒരു പാൻക്രിയാസിലെ ഒരു ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നൊക്കെ പറയുന്നത് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻസുലിൻ ഉണ്ട്, അതുപോലെ കാൽസിറ്റോണിൻ എന്നൊക്കെ പറയുന്ന ഒരു ഹോർമോൺസ് ഉണ്ട്. ഈ ഇൻസുലിൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പിക്ചർ നോക്കിയാൽ മതി കേട്ടോ. പാൻക്രിയാസ്, അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് ഹൈപ്പോതലാമസ്. അത് എവിടെയുള്ളതാ? നമ്മുടെ ബ്രെയിനിലുള്ളൊരു ഭാഗമാണ് അല്ലെ, ഹൈപ്പോതലാമസ്. അത് ധാരാളം ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഹൈപ്പോതലാമസ്. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീയൂഷ ഗ്രന്ഥി എന്നൊക്കെ പറയും. പീയൂഷ ഗ്രന്ഥി അതും നമ്മുടെ എന്താണ്, തലച്ചോറിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ്. ഇവിടെ നിന്നൊക്കെ ധാരാളം ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പീനിയൽ ഗ്രന്ഥി, പീനിയൽ ഗ്ലാൻഡ് കണ്ടോ, ഏറ്റവും ചെറിയൊരു ഗ്രന്ഥിയാണ് കേട്ടോ പീനിയൽ ഗ്ലാൻഡ്. ഈ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിനകത്തുള്ളതാണ് കേട്ടോ, ബ്രെയിനകത്തുള്ളതാണ്. ഈ പീനിയൽ ഗ്ലാൻഡിനാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെയാണ് പറയുന്നത്, ജൈവ ഘടികാരം എന്നൊക്കെ പറയും. മെലാട്ടോണിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉറക്കത്തിന്റെ ഒക്കെ ഒരു സമയത്തെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ തൈറോയിഡ് ഗ്ലാൻഡ്. നോക്കിയേ തൈറോയിഡ് എവിടെയാ നോക്കിയേ? നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്ത് അല്ലെ, നമ്മുടെ നെക്കിന്റെ ഭാഗത്തായിട്ട് 2 ലോബുകൾ കണ്ടോ, 2 ലോബുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണിത് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ മെറ്റാബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പുറകിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് കേട്ടോ. തൈറോയിഡിന് പാര എന്ന് പറയുമ്പോൾ തന്നെ പാര വെക്കാന്ന് ഓർത്താൽ മതി. തൈറോയിഡ് ഗ്ലാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെ ജസ്റ്റ് റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നുണ്ടാവുക, പാരാതൈറോയിഡ് ഗ്ലാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഗ്ലാൻഡുകൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എൻഡോക്രൈൻ സിസ്റ്റത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരുന്നത്. പിക്ചർ ആവുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഹൈപ്പോതലാമസ്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് ഒക്കെ നമ്മുടെ ഏകദേശം ബ്രെയിനിലാണ് കാണുന്നത് കേട്ടോ. തൈറോയിഡ് ഗ്ലാൻഡ് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ആ ഒരു നെക്കിന്റെ പോർഷന് 2 ലോബുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. അതിന്റെ തൊട്ടു പുറകെ ആയിട്ടാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡുകൾ കാണപ്പെടുന്നത് കേട്ടോ. അതുപോലെ പാൻക്രിയാസ് കണ്ടല്ലോ, ആമാശയത്തിന്റെ തൊട്ട് ഒരു ലീഫ്, ഒരു ഏകദേശം ഒരു നീണ്ട ഇലയുടെ ഒരു ഷേപ്പിലാണ് പാൻക്രിയാസ് കാണപ്പെടുന്നത്. പിന്നെ തൈമസ് ഗ്ലാൻഡ്, അത് നമ്മുടെ PDF-നകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ലാത്ത ഒന്നും പഠിക്കുന്നില്ല. പിന്നെ അഡ്രീനൽ ഗ്ലാൻഡ് കേട്ടോ. അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാ നോക്കി? നമ്മുടെ വൃക്ക കണ്ടോ, കിഡ്നി കണ്ടോ? ഈ കിഡ്നിയുടെ മുകൾ ഭാഗത്ത് കേട്ടോ, കിഡ്നിയുടെ മുകൾ ഭാഗത്ത് ചെറിയൊരു തൊപ്പി പോലെ ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ, ആ ഒരു ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എവിടെയാണ് അഡ്രീനൽ ഗ്ലാൻഡ്? നമ്മുടെ കിഡ്നിയുടെ മുകൾ ഭാഗം, 2 കിഡ്നി ഉണ്ട്. ആ കിഡ്നിയുടെ മുകൾ ഭാഗത്ത് ഒരു ചെറിയൊരു ക്യാപ്പ് പോലെ, ചെറിയൊരു തൊപ്പിയുടെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പിലാണ് കാണുന്ന ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ.
അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ നമ്മൾ ടെസ്റ്റിസ് എന്നാണ് പറയുക കേട്ടോ. അതായത് ഈ പറയുന്ന അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളായ ടെസ്റ്റിസ്, വൃഷണങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ ഓവറി അല്ല അണ്ഡാശയം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഈ പറയുന്ന ഗ്ലാൻഡുകളാണ് അവിടെ നിങ്ങളുടെ നോട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? പിക്ചർ കണ്ടോ നിങ്ങള്? ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ, ഓരോന്നിന്റെ പൊസിഷനൊക്കെ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതൊന്നും ചോദിക്കില്ല. ഗ്ലാൻഡുകളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് എൻഡോക്രൈൻ സിസ്റ്റത്തിലാണെന്നുള്ളത് ക്ലിയർ ആണ്. ഓക്കെ, മാറ്റിക്കോട്ടെ പിക്ചർ. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്ലാൻഡുകളാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് പാൻക്രിയാസ്. ഓക്കെ, പാൻക്രിയാസ് കണ്ടല്ലോ, എവിടെയാ? ആമാശയത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് അല്ലെ. അത് ഉത്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതുപോലെ തന്നെ തൈറോയിഡ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുന്നു കേട്ടോ. ആ തൈറോയിഡ് കണ്ടില്ലേ? അതിന് നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്ത് 2 ലോബുകളായിട്ട് കാണപ്പെടുന്ന തൈറോയിഡ്. അതിന്റെ തൊട്ട് പുറകെയായിട്ട് കാണപ്പെടുന്നതാണ് പാരാതൈറോയിഡ്. പീനിയൽ ഗ്രന്ഥി അല്ലെ, പീനിയൽ ഗ്ലാൻഡ് എവിടെയാ? നമ്മുടെ ബ്രെയിനിലാണ് കേട്ടോ കാണുന്നത്. ഹൈപ്പോതലാമസ് കണ്ടല്ലോ. അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാന്ന് പറഞ്ഞത്? കിഡ്നിയുടെ മുകളിൽ ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കണ്ടില്ലേ? ആ ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീയൂഷ ഗ്രന്ഥി, ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് കേട്ടോ. അതുപോലെ പുരുഷന്മാരിൽ ടെസ്റ്റിസും സ്ത്രീകളില് ഓവറീസും. ഈ പറയുന്ന ഗ്ലാൻഡുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. Endocrinology is a medical super specialty that deals with the study of hormones and hormones related to the glands. Clear ആണല്ലോ? അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാം. That is a medical super specialty that deals with the study of hormones and hormone related to the glands. ഏത് സിസ്റ്റം ആണത്? എൻഡോക്രൈനോളജി. ഓക്കെ, അടുത്ത നോക്കാം. They work closely with the specialist in ophthalmology, radiation oncology, surgery, obstetrics, transplantation and other specialty areas to provide a multidisciplinary approach to a person's medical problem. എന്താണ് പറയുന്നത്? ഈ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊരു കൊളാബറേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് എന്തിനു കൊടുക്കുക? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസിന് വരുന്ന അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ എന്താ പറയുക മെഡിക്കൽ പ്രോബ്ലംസിനായിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതാണ് അവർ പറഞ്ഞത്. They work closely with the specialist in ophthalmology. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന് ഒഫ്താൽമോളജി ആയിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഒഫ്താൽമോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ എന്താ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഈ പറയുന്ന കാഴ്ചക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ട്രീറ്റ്മെന്റിനായിട്ട് ഈ പറയുന്ന ഡയബറ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലിന്റെ ഉത്പാദനത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഡയബറ്റിക് ഉണ്ടാവുന്നത്. ആ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഇതിനകത്ത് വരുന്നതാ? എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്നതാ. ഈ പറയുന്ന ഡയബറ്റിക് റെറ്റിനോളജി, റെറ്റിനോ എന്ന് പറയുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അത് ഒഫ്താൽമോളജി ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അതാണ് പറയുന്നത് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന വിഭാഗത്തില് ഒഫ്താൽമോളജി ആയിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയേഷൻ ഓങ്കോളജി, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മള് ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന തൈറോയിഡ് ക്യാൻസർ ഒക്കെ വരാം. അപ്പൊ തൈറോയിഡ് എന്ന് പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഗ്ലാൻഡ് ആണ്. ക്യാൻസർ ആയിട്ട് വരുമ്പോൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ സർജറിക്കൽ പ്രൊസീജിയറുകൾ, അതുപോലെ ഒബ്സ്ട്രക്റ്റിസ് അല്ലെ. ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവം അല്ലെങ്കിൽ കുട്ടികളുടെ ആ ചൈൽഡ്
ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് അല്ലെ. തീർച്ചയായിട്ടും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് അതിന് ഒരു ഭാഗമാണ് അല്ലെ, ഒബ്സ്ട്രക്റ്റീവ്സിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ് അതൊക്കെയാണ് അല്ലെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിന് ഒബ്സ്ട്രക്റ്റീവ്സ് ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ, ഇപ്പൊ എന്തെങ്കിലും അവയവങ്ങൾ നമ്മൾ മാറ്റി വെക്കുമ്പോൾ തൈറോയിഡ് മാറ്റി വെക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ വിഭാഗമായിട്ട് ഒരു കൊളാബറേഷൻ വരുന്നുണ്ട്. അങ്ങനെ മറ്റ് പല സ്പെഷ്യാലിറ്റി ഏരിയകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്, എന്തൊക്കെ പ്രോബ്ലംസിനാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഇൻക്ലൂഡിങ് നോട്ട് ചെയ്ത് വെച്ചോ, ഡയബറ്റീസ് അല്ലെ, ഇത് പ്രമേഹ സംബന്ധമാണ്. നമുക്കറിയാം അല്ലെ, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഇഷ്യൂ മൂലമാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഡയബറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, ന്യൂട്രീഷൻ പ്രോബ്ലംസ് അല്ലെ, അതായത് നമുക്ക് പോഷകാഹാരക്കുറവ്, നമുക്കറിയാം പല ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഈറ്റിംഗ് ഡിസോർഡേഴ്സും മറ്റുമൊക്കെ വരുന്നത് അല്ലെ. അതുപോലെ നമുക്ക് ന്യൂട്രീഷൻ പ്രോബ്ലംസുകൾ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള്. അതുപോലെ തന്നെയാണ് ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാല്? കാൽഷ്യം ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. അത് തന്നെ കറക്റ്റ്, എല്ലുകൾ ഒടിയുന്ന അവസ്ഥ കേട്ടോ. ശ്രുതി കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ ബോൺസ് ബിക്കം ഫ്രജൈൽ ആവാണ്, ദാറ്റ് മീൻസ് അത് വളരെ വീക്ക് ആവാണ്. അപ്പൊ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എന്താണ്, വയസ്സായിട്ടുള്ള ആൾക്കാർ. നമുക്കറിയാം കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു എലമെന്റ് ആണ്. നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് ഒരു 30+ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കാൽസ്യം ഇൻടേക്ക് എടുക്കണം. കാൽസ്യം എടുക്കണം നമ്മൾ, ഓവറായിട്ടല്ല പക്ഷെ എടുക്കണം നമ്മൾ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അത് നമ്മുടെ എല്ലുകളിൽ നിന്നൊക്കെയാണ് നമ്മുടെ ബോഡി വലിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലുകൾ അത്രയും കണ്ട് വീക്ക് ആവാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ വീക്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലുകൾ ഇങ്ങനെ ഒരു പൊടിയുന്ന ഒരു അവസ്ഥ, ഭയങ്കര ഫ്രജൈലാണ്. അതുകൊണ്ടാണ് ഈ വയസ്സായ ആൾക്കാരൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പെട്ടെന്ന് എല്ലൊക്കെ പൊട്ടിപ്പോവുക അവരുടെ, കാരണം അവരുടെ എല്ലുകൾ എന്ന് പറഞ്ഞാൽ അത്രയും വീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ കേട്ടോ, ഓസ്റ്റിയോപോറോസിസ് എന്നാണ് പറയുക. കാൽസ്യം ഡിസോർഡേഴ്സ്, കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ പാൻക്രിയാസ്. അത് വെച്ചിട്ടാണ് ആ കാൽസ്യത്തിന്റെ അളവൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. അപ്പൊ അതിന്റെ അഭാവം കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാൽസ്യം ഡെഫിഷ്യൻസികൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതിനെ തുടർന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അസുഖങ്ങൾ വരാം. അതിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ് കേട്ടോ. പിറ്റ്യൂട്ടറി നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റത്തിന് ഗൊണാഡ് എന്ന് പറഞ്ഞാൽ, ഗൊണാഡ്സ് മീൻസ് ഈ പറയുന്ന പ്രത്യുൽപാദന ലൈംഗിക അവയവങ്ങളാണ് കേട്ടോ. മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസ് ആണ്, സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ് ആണ്. പിന്നെ അഡ്രീനൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡേഴ്സ്, പിന്നെ ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് മെഡിസിൻ. ഇപ്പൊ നമുക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഉള്ള ഒരു ഏറ്റവും കൂടുതലുള്ളൊരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം അല്ലെ. ഈ പറയുന്നവർക്ക് ഈ ഹോർമോണൽ തെറാപ്പികള്, സ്പീച്ച് തെറാപ്പികള്, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണത്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്താണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ് കേട്ടോ. നമ്മുടെ അവയവങ്ങളൊക്കെ മാറ്റിവെക്കുക, എല്ലാ അവയവങ്ങളല്ല, ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പെട്ടിട്ടുള്ള ഗ്ലാൻഡുകളൊക്കെ നമ്മൾ ഇപ്പൊ ഡയബറ്റിക് അതൊക്കെ ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്? എൻഡോക്രൈൻ സിസ്റ്റത്തിലാണ്, എൻഡോക്രൈൻ ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് എൻഡോക്രൈനോളജി. അപ്പൊ ഈ പറയുന്ന ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് അല്ലെങ്കിൽ എൻഡോക്രൈനോളജി എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് മെഡിക്കൽ പ്രോബ്ലംസിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെ ഗ്ലാൻഡുകളാണ് അതിൽ ഉൾപ്പെടുന്നത് അതും നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങളോട് ചോദിക്കും പാൻക്രിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് എൻഡോക്രൈൻ സിസ്റ്റം. ചിലപ്പോൾ ചോദിക്കുക ഹൈപ്പോതലാമസ് ആവാം, പിറ്റ്യൂട്ടറി ആയിരിക്കാം, പീനിയൽ ആയിരിക്കാം, തൈറോയിഡ് ആയിരിക്കാം. അപ്പൊ ഗ്ലാൻഡുകൾ, അതിൽ ഉൾപ്പെടുന്ന ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പിക്ചർ ഒന്ന് മനസ്സിലേക്ക് എടുത്താൽ മതി കേട്ടോ. ഹൈപ്പോതലാമസ്, പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ്, പിന്നെ പാൻക്രിയാസ് അഡ്രീനൽ ഗ്ലാൻഡ്, പിന്നെ ഓവറീസ്, ടെസ്റ്റീസ്, അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ?
അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തതാണ് ജെറിയാട്രിക്സ് കേട്ടോ. ജെറിയാട്രിക്സ് ഞാൻ പതുക്കെ പറയാൻ വേറൊരു കാര്യമുണ്ട്. സയൻസ് ബാച്ച് ഒക്കെ എടുത്ത് പഠിച്ച കുട്ടികളുണ്ടാവും, അവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും. അവരൊക്കെ പഠിച്ചു പോയ കാര്യം മനസ്സിലാവും പെട്ടെന്ന്. ഗ്ലാൻഡ് ഒക്കെ പറഞ്ഞു, അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അത് പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ജെറിയാട്രിക്സ് കേട്ടോ. ജെറിയാട്രിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ജെറിയാട്രിക് കെയർ സെന്റർ എന്നൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞില്ലേ, പ്രായം ചെയ്തിട്ടുള്ള ആളുകൾക്ക് വരുന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. നോക്കുക, this department is usually equipped with doctors specialized in geriatric medicine, since the elderly suffer from a wide range of illness and seek the treatment for. നമുക്കറിയാം വയസ്സായ ആളുകൾ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ അസുഖങ്ങൾ ഉണ്ടാവും. അവർക്ക് വരുന്ന അസുഖങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണെന്ന് നോക്കിക്കേ. സ്ട്രോക്ക്, അപ്പൊ നിങ്ങൾ ചിന്തിക്കും സ്ട്രോക്ക് എന്ന് പറയുന്നത് പ്രായം ചെന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന പല അസുഖങ്ങൾ ചെറുപ്പക്കാർക്ക് വരെ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ സ്ട്രോക്ക് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ തലച്ചോറിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽ പൊട്ടിപ്പോകുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ആ സ്ട്രോക്കിന് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആള് പാരലൈസ് ചെയ്തു പോകും, ചിലപ്പോൾ തളർന്നു പോകും. ചില വശങ്ങൾ ചിലപ്പോൾ മൊത്തമായിട്ട് തളർന്നു പോകും കേട്ടോ. സ്ട്രോക്ക്, അതുപോലെ തന്നെ ഗ്യാസ്ട്രോ എൻറ്ററോളജി, നമുക്ക് വേറെ ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുണ്ട് കേട്ടോ. ഗ്യാസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുന്നത് എന്താണ്? ആമാശയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ടൊക്കെ വരുന്ന ഇഷ്യൂസുകള്, ദഹനമൊക്കെ കുറഞ്ഞു തുടങ്ങും അല്ലെ വയസ്സായി വരുമ്പോ. അതുപോലെ ഡയബറ്റിസ് അല്ലെ, പ്രമേഹ രോഗം, അതുപോലെ ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ്. ഏറ്റവും കൂടുതൽ വയസ്സായിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലം. എന്ന് വെച്ചാൽ ലോക്കോമോട്ടീവ് വെച്ചാൽ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടത്തെ ചെറുപ്പം ആയിരുന്ന സമയത്തെ പോലെ ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലം വൈകല്യങ്ങൾ മാത്രമല്ല കേട്ടോ. നമുക്കിങ്ങനെ മൂവ്മെന്റ് ആയിട്ട് പഴയ പോലെ ഓടാനും ചാടാനും ഒന്നും അവർക്ക് സാധിക്കില്ല അല്ലെ. ചിലപ്പോൾ കൈക്ക് ഗ്രിപ്പ് ഉണ്ടാവില്ല, ചില സംഭവങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നൊക്കെ വഴുതി പോകും. നമ്മൾ വിചാരിക്കും ഇതെന്താണ്, പക്ഷെ അവർക്ക് ആ ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് ആണ്. അവർക്ക് അത് കറക്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നില്ല, ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പ്രായം വരുമ്പോൾ സംഭവിക്കുന്നതാണ്. സിങ്കോപ്പ് കേട്ടോ. സിങ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബോധക്ഷയം എന്നാണ് കേട്ടോ. എന്ന് എഴുതി വെച്ചോളൂ. സിങ്കോപ്പ് എന്ന് പറഞ്ഞാല് ബോധക്ഷയം വരിക കേട്ടോ. പ്രായമായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് തലകറക്കം വരിക, എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി മൂലം അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വരാം. അതുപോലെ ബോൺ ഡിസീസ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള ബോൺ ഡിസീസ്. കാരണം പ്രായമാകുമ്പോൾ എല്ലുകള് പല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് ഫ്രജൈൽ ആവാൻ തുടങ്ങും. അപ്പൊ അതിനെ തുടർന്ന് പല അസുഖങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ പൊതുവെ പ്രായാധിക്യം ഉള്ള ആളുകൾക്ക് വരുന്നതാണ്. ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ജെറിയാട്രിക്സ് കേട്ടോ. ഏറ്റവും പ്രായമായിട്ടുള്ള ആളുകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുക. Okay, this department also provides a range of community services such as home mobile therapy unit, palliative care. അല്ലെ, ശരിയല്ലേ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് കമ്മ്യൂണിറ്റി സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം പ്രായമായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നടക്കാനോ ഒന്നും പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ വയസ്സായ ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ. ആരും നോക്കാനില്ലാത്ത വയസ്സായ ആളുകളാണെങ്കിൽ അവർക്കൊന്നും വണ്ടി വിളിച്ച് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വരാനോ പോവാനോ ഉള്ള ഒരു അവസ്ഥയായിരിക്കില്ല അവർക്കുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കുറേയധികം കമ്മ്യൂണിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയുള്ളതാണ്? ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്, അതായത് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വണ്ടി വന്നിട്ടൊക്കെ അങ്ങനെയുള്ള തെറാപ്പികളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട്. പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓഫൻ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് കേട്ടോ. മറ്റുള്ള കമ്മ്യൂണിറ്റി സെന്ററുകളുമായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് കണക്ഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്രായം ചെന്ന ആളുകൾക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കുക, അല്ലെങ്കിൽ ഹോം നഴ്സ് പോലുള്ള സർവീസുകളൊക്കെ കൊടുക്കില്ല. വീട്ടില് ഈ പറയുന്ന ഹോം നഴ്സിനെയൊക്കെ വെച്ച് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അത്തരം കമ്മ്യൂണിറ്റി സെന്ററുകളുമായിട്ടും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഫോർത്ത് പോയിന്റ് ഏതാണ്? 1, 2, 3, 4 ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലം. ലോക്കോമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചലനപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. മൂവ്മെന്റ്സ് പ്രകാരം, മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വയസ്സായ ആളുകൾക്ക് പഴയ പോലെ ഓടാനും ചാടാനും ഒക്കെ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവർക്ക് ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് ധാരാളം ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർക്ക് മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
എല്ലാവരും കുനിഞ്ഞ് അല്ലെങ്കിൽ തപ്പിപ്പിടിച്ചൊക്കെ അവർ നടക്കുക, അങ്ങനെയുള്ള ഒരു സാഹചര്യം വരില്ലേ? അതാണ് കേട്ടോ ലോക്കോമോട്ടീവ് പ്രോബ്ലംസ്. ചില സാധനങ്ങളൊക്കെ പിടിക്കുന്നവർക്ക് ഗ്രിപ്പൊന്നും ഉണ്ടാവില്ല, കയ്യിൽ നിന്നൊക്കെ വഴുതിയൊക്കെ പോകും. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, പക്ഷെ അവരുടെ ആ ഒരു ലോക്കോമോട്ടീവ് ഇഷ്യൂസ് കാരണം കൊണ്ടാണ് കേട്ടോ. കാര്യം നാഡികളൊക്കെ തളരാൻ തുടങ്ങും, ന്യൂറോൺസ് ഒക്കെ വീക്കാവാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ അവർക്ക് വരും കേട്ടോ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. സിൻകോപ്പ് എന്ന് പറഞ്ഞാൽ ബോധക്ഷയമാണ് കേട്ടോ. ബോധക്ഷയം ചിലപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തസ്രാവം, രക്തത്തിന്റെ ആ ഒരു ഒഴുക്കൊക്കെ കുറയുമ്പോൾ ചിലപ്പോൾ ഒരു ബോധക്ഷയങ്ങളൊക്കെ സംഭവിക്കാം. ഓക്കെ, സിൻകോപ്പ് കേട്ടോ, ബോധക്ഷയം എന്നുള്ള അർത്ഥം. ബോധം പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാം കേട്ടോ. അതെന്ന് വെച്ചാൽ ബ്ലഡ് ഈ ബ്രെയിനിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറയുക, അപ്പോഴൊക്കെ നമുക്ക് വരുന്ന ഒരു സാഹചര്യങ്ങളാണ് കേട്ടോ അത്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താണ് ഒന്നോട് പറയൂ, എനിക്ക് കേട്ടില്ല. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിൽ പറയാൻ കാരണം ഈ പറയുന്ന എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. പ്രമേഹം വരെയാണ്. പ്രമേഹം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത്. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് ഏതാണ്? പാൻക്രിയാസ്, അത് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നത്. ഈ ഡയബറ്റിക് മൂലം നമുക്ക് കണ്ണിന് കാഴ്ച പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത് ഒഫ്താൽമോളജി ആയിട്ടൊരു കണക്ഷൻ വരുന്നില്ലേ? കണ്ണിന്റെ പ്രശ്നങ്ങൾ നമ്മൾ എവിടെ കൈകാര്യം ചെയ്യാം? ഒഫ്താൽമോളജി. അങ്ങനെ എൻഡോക്രൈൻ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഒരുമിച്ച് ചേർക്കുന്നത്. അതുകൊണ്ട് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഒരു മെഡിക്കൽ സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒത്തൊരുമിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവരൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കാര്യം പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. മനസ്സിലായ ഒരു ഫണ്ടിങ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വായിക്കണോ കേട്ടോ? ഓക്കെ, ശരി, താങ്ക് യു.